നമസ്കാരം, ന്യൂസ് കേരള ടുഡേയിലേക്ക് സ്വാഗതം. കൊല്ലം ചെറുവയ്ക്കൽ കുമ്പല്ലൂർക്കാവ് ദേവസ്വം ക്ഷേത്രത്തിലെ മേൽശാന്തിയെ സ്ഥലം മാറ്റിയതുമായി ബന്ധപ്പെട്ട് മേൽശാന്തി ഹൈക്കോടതിയെ സമീപിച്ചു. മേൽശാന്തിയായ കൃഷ്ണകുമാറിനെയാണ് ദേവസ്വം ബോർഡ് നെയ്യാറ്റിങ്കര ഗ്രൂപ്പിലേക്ക് സ്ഥലം മാറ്റിയത്. ദേവി വിഗ്രഹത്തിന്റെ അഭിഷേകം നടത്തിയില്ലെന്ന് ആരോപിച്ചാണ് സ്ഥലം മാറ്റം. ക്ഷേത്രത്തിൽ പരിശോധന നടത്തിയ അസിസ്റ്റന്റ് കമ്മീഷണർ വിഗ്രഹത്തിന്റെ അഭിഷേകം നടത്തിയ നനവ് കണ്ടില്ല എന്ന് പറഞ്ഞാണ് മേൽശാന്തിയെ സ്ഥലം മാറ്റുന്നത്. താൻ ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ സംശയം തോന്നിയതിനാൽ ഉടയാട മാറ്റാൻ നിർദ്ദേശിക്കുകയും വിഗ്രഹത്തിൽ നനവില്ലെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതാണ് സ്ഥലം മാറ്റത്തിന് കാരണമായതെന്നാണ് അസിസ്റ്റന്റ് കമ്മീഷണർ പറയുന്നത്. എന്നാൽ ഇത് വെറും തെറ്റിദ്ധാരണ മാത്രമാണെന്നും ഒരു ശാന്തിക്കാരൻ എന്ന നിലയിലുള്ള തന്റെ അന്തസ്സിനെയും സത്യസന്ധതയെയും അധിക്ഷേപിക്കുന്നതാണ് ഈ നടപടിയെന്നുമാണ് കൃഷ്ണകുമാർ പറയുന്നത്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് കൃഷ്ണകുമാർ ഹൈക്കോടതിയെ സമീപിച്ചത്. അസിസ്റ്റന്റ് കമ്മീഷണർ സൈനുരാജ് കഴിഞ്ഞ ഫെബ്രുവരി 12 രാവിലെ 6:30 ക്ഷേത്രം സന്ദർശിച്ചിരുന്നു. ദേവി നടയിൽ അഭിഷേകം ചെയ്യാത്ത തലേ ദിവസത്തെ ഉടയാടയും മുഖചാർത്തും വെച്ച് പൂജ ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അപ്പോഴാണ് ഉടയാട മാറ്റാൻ ആവശ്യപ്പെട്ടത്. ബിംബത്തിൽ അഭിഷേകം ചെയ്തതിന്റെ നനവൊന്നും കണ്ടില്ലെന്നാണ് കാരണം കാണിക്കൽ നോട്ടീസിലും പറയുന്നത്. എന്നാൽ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഈ നടപടിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് തന്ത്രിമാര്. അഭിഷേകം കഴിഞ്ഞ് മുഖം ചാർത്തിയ വിഗ്രഹത്തിലെ ഉടയാട മാറ്റാൻ ആവശ്യപ്പെടാൻ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് എന്ത് അവകാശമാണെന്നാണ് തന്ത്രിമാർ ചോദിക്കുന്നത്. കൂടാതെ വിഗ്രഹത്തിൽ നനവുണ്ടോ എന്ന് തൊട്ടു നോക്കാതെ പറയാൻ കഴിയില്ല. ശ്രീകോവിലിന് പുറത്തു നിൽക്കുന്ന ആൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ സാധിക്കുക എന്നും തന്ത്രിമാർ ചോദിക്കുന്നു. 5:30 നട തുറന്നത്. ബിംബം ഉറപ്പിച്ചിരിക്കുന്ന അഷ്ടബന്ധത്തിന് കേടുപാടുള്ളതിനാൽ ഈർപ്പം പിടിക്കാതിരിക്കാൻ അഭിഷേകം കഴിഞ്ഞാൽ ഉടൻ തന്നെ ജലാംശം തുടച്ചു മാറ്റുന്ന പതിവുണ്ടെന്നും കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു. കൂടാതെ അന്നേ ദിവസം അരക്കാപ്പുള്ളതിനാൽ അഭിഷേകത്തിനു ശേഷം മുഖം ചാർത്ത് നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. തനിക്ക് നേരെ ശിക്ഷാ നടപടികൾ എടുക്കരുതെന്ന് പറഞ്ഞെങ്കിലും അത് കേൾക്കാതെയാണ് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയത്. ഇതുവരെ ഒരു ശാന്തിക്കാരനെയും അഭിഷേകം നടത്തിയില്ലെന്ന കാരണത്താൽ ദേവസ്വം ബോർഡിൽ ശിക്ഷിച്ചിട്ടില്ല. ഭരണാനുകൂല യൂണിയനിൽ ചേരാത്തതിലുള്ള പ്രതികാരമാണ് സ്ഥലമാറ്റത്തിന് പിന്നിലെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. 2018 കൃഷ്ണകുമാർ ദേവസ്വം ബോർഡിൽ പ്രവേശിക്കുന്നത്. എന്നാൽ ഇതുവരെയും ഒരു യൂണിയനിലും അദ്ദേഹം ചേർന്നിട്ടില്ല എന്നതാണ് വാസ്തവം.